ഇനിയിപ്പോ സീരിയസ് മോഡ് എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ? വീട്, കാറ്, ഫാമിലി ആൾറെഡി ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചില്ല. അപ്പോ എന്തൊക്കെയാണ് സിനിമകൾ, അങ്ങനത്തെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറയും? ഒരു മലയാള ഫിലിം സംസാരത്തിങ്ങനെ ഓക്കെ ആയി വെച്ചിരിക്കുന്നു. പിന്നെ നല്ലൊരു വീട് വെക്കണം. കാറ് അങ്ങനൊന്നുമില്ല. കാറ് വലിയ മോഹം, ചെറിയ മോഹമല്ലേ കാർ എന്ന് പറഞ്ഞാല്? അങ്ങനെ എനിക്കൊരു വലിയ മോഹം ആയിരിക്കുമല്ലോ. അങ്ങനെ എന്റെ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കാർ എടുക്കണത്തിന് 2-3 ലക്ഷത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൽ നമുക്ക് അത്രയും കൊണ്ട് വലിയ എമൗണ്ടും പണ്ടത്തെ പോലെ അപ്രാപ്യമായ ലക്ഷ്യങ്ങളൊന്നും വേണ്ട കാർ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി സ്ട്രെസ് എടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാ, ലൈസൻസ് ഉണ്ടാ, ഡ്രൈവർ വെച്ചാൽ പോലെ അതെ കോൺഫിഡൻസ് ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഒന്നുമില്ല, എടുക്കണം. വണ്ടി ഇപ്പൊ സ്വപ്നമൊന്നുമില്ല, എടുക്കാൻ പറ്റിയ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ നാളെ ഞാൻ ആ വണ്ടി എടുക്കും ചിലപ്പം പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെ സ്വപ്നം അതായിരിക്കില്ല, ഒരു വീട്. സിനിമയല്ല, നാട്ടിലാണോ ഇവിടെയാണോ? നാട്ടിൽ സിനിമ സ്വപ്നമല്ലോ. ഇപ്പൊ സ്വപ്നത്തില് പ്രവർത്തപ്പെടും സിനിമ. 1, 2, 3 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമ. ഞാൻ ചോദിച്ചത് നേരത്തെ 3 കാർ. അതെ അത് വലിയൊരു സ്വപ്നത്തിലേക്ക് ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഇങ്ങനെ നമ്മളുണ്ടല്ലോ ഈ ഫണ്ട് പറയാറുണ്ട്, നമ്മളെ ഗോൾ ഒരു കോൾ സെറ്റ് ചെയ്ത് കൊണ്ട് ഡേ ബൈ ഡേ നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അറിയാത്ത എത്തിപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ഒരു ജേണിയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള മൂവിങ് ആണ്. ഇതൊക്കെ വേണോന്നുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അത് മാറ്റി വെച്ചാൽ ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്കിത് നേടിയെടുക്കണമെന്ന് പറഞ്ഞൊരു സ്വപ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ എന്റെ അമ്മയെ വലിയൊരു പ്ലാറ്റ്ഫോം ഇപ്പോ അവിടെ കൊണ്ടിങ്ങനെ നിർത്തുക. എന്റെ അമ്മ എന്റെ ഒപ്പം നിർത്തിയിട്ട് എന്റെ കുടുംബക്കാരെയും എന്റെ നാട്ടുകാരെയും പുച്ഛിച്ചവരെയും തള്ളി കളഞ്ഞവരെയൊക്കെ എന്റെ അമ്മയൊക്കെ അകറ്റി നിർത്തിയവരുണ്ട്, മാറ്റി നിർത്തി. കാരണം എന്റെ അമ്മ വൈകാതെയൊക്കെയാണ്. അപ്പൊ അതിന്റെ കാണുമ്പോ അപ്പൊ അങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്ന് നെഞ്ചുയർത്തി നിർത്തിയിട്ട് എന്റെ അമ്മയെ കൊണ്ടുവന്ന് എനിക്ക് നിർത്താം. പൊതുവേദികളിലോ പൊതുസ്ഥലങ്ങളിലോ ഒറ്റയ്ക്ക് പോലും പോകാൻ കഴിയുന്ന ഒരാളല്ല എന്റെ അമ്മ. പോകാൻ അറിയില്ല, അതാണ്. അപ്പോ നമുക്കിപ്പോ എത്ര ദിവസം പറയാൻ പറ്റും? അപ്പൊ ഇങ്ങനെ കൊണ്ട് നിർത്തുക, എന്റെ അമ്മയെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്താം. എന്റെ അമ്മയും കാണട്ടെ ഇങ്ങനെയൊക്കെ ലോകമുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ അതൊക്കെ വലിയ അതിശയായിരിക്കും. എന്താണെന്ന് പോലും അറിയില്ല ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്ന ഒരാളാണ്. നാട്ടുമ്പുറത്തിന്റെ അല്ല, അമ്മ ഒരു വൈകാതെയാണ്. അപ്പൊ ഇങ്ങനെ അതൊക്കെ ഒന്നും അറിയില്ല പുള്ളിക്കാരത്തേക്ക്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് നോക്കണം. എന്നിട്ട് പുച്ഛിച്ചവരും തള്ളി പറഞ്ഞവരും ഒക്കെ കാണണം. അന്ന് നമ്മൾ പുച്ഛിച്ച അവളുടെ മോളാണെങ്കിൽ അവളെയും കൊണ്ട് ആ സ്റ്റേജിൽ നിൽക്കേണ്ടതെന്ന് പറയും. ആ ആഗ്രഹങ്ങളിലേക്ക് എത്തുമാറാവട്ടെ, ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമാറാവട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂത്തെളിയുമാറാവട്ടെ, അല്ലെ? അങ്ങനെയല്ല പറയുന്നത്. അപ്പോ അങ്ങനത്തെ സ്വപ്നങ്ങളെല്ലാം നേടമാറാവട്ടെ. ഒരുപാട് വലിയ വലിയ ജയിലുകൾ പോകാറുണ്ട്. അപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഇപ്പൊ വെബ് സീരീസും വരുന്നുണ്ട്, അല്ലെ? വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോ അത് മലയാളമാണോ? മലയാളം. അപ്പൊ അതേപോലെ നല്ല നല്ല വെബ് സീരീസ് ആണെങ്കിൽ നല്ല ക്യാരക്ടർ റോൾസും എല്ലാം വന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ലെവലിലേക്ക് വരട്ടെ. അങ്ങനെ നല്ല നല്ല ജീവിത ലക്ഷ്യങ്ങൾ അതിൽ പറഞ്ഞ പോലെ ഒരു പ്രാണസഖി, പ്രിയസഖി, ജീവിതസഖി എത്രയും വേണം നല്ല അതിന്റെ ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന അതിന്റെ എല്ലാ ക്ലോസ്നെസ്സും നെഗറ്റീവ്സും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി കിട്ടട്ടെ. കാറ്, മറ്റേ എന്താ പറയുക, വീട്, അങ്ങനത്തെ എല്ലാ സ്വപ്നങ്ങളും കറക്റ്റ് ആവട്ടെ. വലിയ സൂപ്പർ സ്റ്റാർ ആയി മാറട്ടെ. സൂപ്പർ സ്റ്റാർ AJP എന്ന ലെവലിലേക്ക് വരട്ടെ. ബിസിനസ് സെക്ഷനിൽ അത് പറഞ്ഞു അത് ആ ലെവലിലേക്ക് നിർത്തട്ടെ. അങ്ങനെ ലെവലിലേക്ക് നന്നായിട്ട് വരട്ടെ. അപ്പോ ശ്രീലക്ഷ്മി, അപ്പോ ഈ വീണ്ടും ഒരു ഷൂട്ടുണ്ട് ശ്രീലക്ഷ്മിക്ക്. അതുപോലെ തന്നെ അതിന് ഷൂട്ടുണ്ട്. രണ്ടുപേരും തിരക്കായതുകൊണ്ട് നമ്മള് തൽക്കാലത്തേക്കൊന്ന് വൈൻഡപ്പ് ചെയ്യണം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർക്കൊക്കെ ഒരു അവാർഡ് കിട്ടുമ്പോൾ വലിയ വലിയ ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഇവരെ വിളിച്ച് നമ്മൾ വീണ്ടും വരുന്ന സ്നേഹത്തോട് വരും വരാൻ പറ്റട്ടെ. നല്ല നല്ല പ്ലാറ്റ്ഫോമുകളിൽ പല പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വീണ്ടും കൂട്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് വരട്ടെ കാര്യങ്ങൾ എന്ന് ആശംസിക്കുന്നുണ്ട്.
നമുക്ക് ഇത് നിർത്താം. അപ്പോൾ താങ്ക് യു ഫുള്ളി, ഓൾ ദ ബെസ്റ്റ് യു. താങ്ക് യു. ഇങ്ങനെ സ്ട്രോങ് താങ്ക് യു. ഇങ്ങനെയാണ് കോൺഫിഡൻസ് ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.